അതുകൊണ്ട് ദുബായിനെത്തിയ ഫയാദാണ് ഈ ട്രിപ്പ് ഫുള്ളായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കൊടൈക്കനാലിലാണ് നമ്മളുള്ളത്. വെറുതെ വേണ്ട. ഈസിയസ്റ്റ് കൊറോണ ടെസ്റ്റ്. സ്ഥലത്തിന്റെ പേരാണ് മുഞ്ചിക്കൽ. 2 വക ചട്ടിട്ട് തമിഴ്നാട് ബോട്ട് ഹൗസ് കൊടൈക്കനാലിലേക്ക് കയറുകയാണ്. ആൽവിയ ഒഫീഷ്യൽ ആൻഡ് ലെമൺ ഫ്രഷ്, ഇങ്ങനെയാണ് ഈ പൂവിന്റെ പേര്. ഇവിടുത്തെ വെയിലിംഗ് കളിക്കുകയാണ്. കൊടൈക്കനാൽ ടൗൺ ജാമിയ മസ്ജിദിലേക്കാണ് പോകുന്നത്. ഞാൻ തിന്നറ നിങ്ങൾ ട്രിപ്പില് കാലി തിന്നോ? ഇന്ത്യയിൽ തന്നെ ഗിന്നസ് ബുക്കിൽ കയറാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഏറ്റവും കൂടുതൽ വ്യൂ നോക്കാൻ റഷീദ്. കൊടൈക്കനാൽ പോകുന്ന റൂട്ടിലുള്ള ഒരു വ്യൂ ആണ് ഇത്. കണ്ണുകൊണ്ട് തന്നെ കാണണം. നിങ്ങൾ ഒന്ന് ബാക്കിൽ നോക്ക്, എന്ത് ചെയ്ത് നോക്കും. നിങ്ങൾ കണ്ട് ആസ്വദിക്കണം. നമ്മളെ രാത്രി കൊടൈക്കനാൽ. ചങ്ങായിമാരെ, ഇതാണ് വ്യൂ. കൊടൈക്കനാൽ പോയിട്ട് എനിക്ക് കുറെ ഇങ്ങനത്തെ വ്യൂ കാണാനുണ്ട്. നമ്മൾ എന്തായാലും ഇവിടെ അല്ലേ പോലെ നമ്മള് തമിഴ്നാട്ടിലെത്തി. പൊറോട്ട പൊറോട്ട റഷീദേ, എങ്ങനെയുണ്ട് നിന്റെ കുത്തു പൊറോട്ട? നല്ലുണ്ടോ? കുത്തു പൊറോട്ട ആംപ്ലേറ്റ് തമിഴ്നാട്ടിലെത്തി. അപ്പം അടിക്കാൻ തുടങ്ങി. എടുത്തു പറയേണ്ടത് നമ്മുടെ തമിഴ്നാട്ടിലെ റോഡ് തന്നെയാണ്. വീണ്ടും പറയുന്നു, നമ്മളെ ചെന്നൈയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു തമിഴ്നാട്ടിലെ റോഡ് അടിപൊളിയാണെന്ന്. ഇപ്പൊ മൂന്നാറിൽ നിന്ന് ഇറങ്ങി നമ്മൾ തമിഴ്നാട് കയറിയപ്പോൾ തൊട്ട് ഗ്രാമത്തിന്റെ ഉള്ളിൽ വരെ നല്ല നല്ല അടിപൊളി റോഡാണ്. ഇവിടെ ചെന്നൈ 500 കിലോമീറ്റർ ഉണ്ട്. തിരുച്ചിറപ്പള്ളി 160 കിലോമീറ്റർ. നമ്മുടെ ഏർവാടിയിൽ പോകുമ്പോൾ വന്ന അതേ സ്റ്റേഷനായിരുന്നു. അപ്പൊ അതുപോലത്തെ അടിപൊളി റോഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാ വ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. രാവിലെ എഴുന്നേറ്റു റെഡിയൊക്കെ ആയി. കൊടൈക്കനാലിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സൈറ്റ് സീയിങ് കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ പള്ളിയിലൊക്കെ പോകണം. കണ്ടോ വ്യൂ കണ്ടോ? അടിപൊളി സ്ഥലമാണ്. ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമാണ്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള കൊടൈക്കനാൽ ടൗണിൽ നിന്നും ഒരു 4 കിലോമീറ്റർ ഇങ്ങോട്ട് നല്ല അത്യാവശ്യം സൗകര്യമുള്ളൊരു റൂമാണ്. അപ്പോൾ റൂമിൻ്റെ കാഴ്ചകളെല്ലാം കാണിക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ റൂമിൻ്റെ കാഴ്ചകളും ഇവിടുത്തെ വ്യൂവും സംഭവങ്ങളെല്ലാം കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിശാലമായിട്ട് ഇരുന്നിട്ട് ബാർബിക്യൂവും കാര്യങ്ങളെല്ലാം ആക്കാം. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല വ്യൂ ആണ്. ഹൈവേ അവിടെയാണ്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂവും കണ്ടുകൊണ്ട് രാവിലെ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ചായയൊക്കെ കുടിക്കാം. സോ ഇതാണ് കൊടൈക്കനാലിൻ്റെ മനോഹരമായ റൂം. ഇറ്റ്സ് ഓക്കെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ റൂമായാലും അത്യാവശ്യം 4 പേരാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ തമിഴ്നാട്ടിലാണ് ഉള്ളത്. TV ഉണ്ട്, വൈഫൈ ഉണ്ട്. അതുപോലെ തന്നെ 4 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ നല്ല ബെഡുണ്ട്, ബാത്തൊക്കെയാണ്. അതുപോലെ തന്നെ ചൂടുവെള്ളം നിങ്ങൾക്ക് ഫുൾ ടൈം കിട്ടുന്നതാണ്. അതൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. നല്ലൊരു റൂം തന്നെ. ഇപ്പോൾ റോയൽ ഹോട്ടൽ ലോഡ്ജിലാണ് നമ്മൾ ഇന്ന് താമസിച്ചത്. അതിൻ്റെ മുകളിൽ തന്നെ നല്ലൊരു ഹോട്ടലും ഉണ്ട്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ കൊടൈക്കനാലിൽ പോകേണ്ടത്. നമ്മൾ ചെക്കന്മാരവിടെ കാറൊക്കെ സെറ്റാക്കി ഇരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ മുന്നോട്ടുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. എന്തായി അന്ന് ഫുള്ള് ചേലായിരുന്നു. വെള്ളിയാഴ്ച അല്ല, അതിനുണ്ട് ഫുൾ കളർഫുൾ. കാറെല്ലാം ഫുള്ള് മട്ടായിട്ടുണ്ട്. വാഷ് ചെയ്യണോ? ലാസ്റ്റ് അല്ലേ, അടുത്ത ഡെസ്റ്റിനേഷൻ ആകുമ്പോൾ. എന്തായാലും ക്ലീനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്നുള്ള യാത്ര തുടങ്ങുകയാണ്. ചങ്ങായിമാരെ, അടിപൊളി കിടിലൻ കാഴ്ചകളുമായിട്ട് നിങ്ങളെ മുമ്പിൽ വരുന്നവരെ കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും കോവിഡ് ടെസ്റ്റ്. അപ്പൊ പ്ലാസ്റ്റിക് ബോട്ടിലെല്ലാം എറിഞ്ഞ് കുറെ കാലങ്ങൾക്ക് ശേഷം വെറുതെ വേണ്ട. ഈസിയസ്റ്റ് കൊറോണ ടെസ്റ്റ്. സംഭവം എന്ന് വെച്ചാല് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. വെറുതെ മൂക്കിലേക്ക് ഇടുന്ന ഒരാക്കുന്നത്. നമ്പർ അഡ്രസ് ഒന്നും വേങ്ങുന്നില്ല. എന്തിനും അറിയില്ല. വെറുതെ മനസ്സിനെ മക്കളാണ്. എന്തായാലും ടെസ്റ്റ് ഒക്കെ വെറുതെ മനസ്സിലാക്കുന്ന ഗവൺമെന്റ് ഫണ്ട് എല്ലാം വരുന്നുണ്ടോ അങ്ങനെ. എന്തായാലും കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു കോവിഡ് ടെസ്റ്റ് ആയിരുന്നു. തൊട്ട് മുന്നിലുള്ള ടോളില് 50 റുപ്പീസ് കൊടുക്കാനും ചെയ്യണം. സോ നമ്മൾ ആദ്യത്തെ കൊടൈക്കനാലിൻ്റെ വ്യൂ പോയിന്റായ കാസ്കേഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് വണ്ടി സൈഡാക്കിയിട്ട് നമ്മൾ ഈ വ്യൂവും കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ എന്തായാലും കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് പോകുന്നത്. ഇതാണ് സിൽവർ കാസ്കേഡ് പാർക്ക്.
ഞാൻ വ്യൂസ് കാണിച്ചല്ലോ. ഞങ്ങൾ ഇവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. കൊടൈക്കനാലിലെ ഫസ്റ്റ് പോയിന്റായ കാസ്കേഡ് വ്യൂവിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ എങ്ങനെ ആമിനെ കൊടൈക്കനാലിലെ ക്ലൈമറ്റ് എങ്ങനെ? രാവിലെ നല്ല തണുപ്പുണ്ടായി, ഇപ്പോൾ കുറച്ച് ചൂടുണ്ട്, പക്ഷേ നമുക്ക് വേർക്കുന്നൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല മനോഹരമായ ഒരു കാസ്കേഡ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം പബ്ലിക്കും കാര്യങ്ങളെല്ലാവരും ഉണ്ട്. രാവിലെ 10-11 മണിയാവാനായി. കാസ്കേഡിൻ്റെ കാഴ്ച കാണുന്നുണ്ട്. കുറച്ച് നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. സോ ചങ്ങായിമാരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മൾ ഷിംല വ്ളോഗിൽ കണ്ട പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇവിടെ വീടുകളൊക്കെ ഇരിക്കുന്നത്. സോ ഹിൽ ഏരിയ ആണ്. അപ്പോൾ കാണുമ്പോൾ നല്ല ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. കുറേ സ്ഥലത്ത് ഫ്രഷ് വെജിറ്റബിൾസ്, അതാണ് ഈ തണുപ്പുള്ള സ്ഥലത്ത് ഏറ്റവും പ്രത്യേകത. അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്യാരറ്റൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ്. ടൗണിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ഭക്ഷണം എല്ലാം കഴിക്കാനുണ്ട്. പാർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. ഇറങ്ങുമ്പോൾ തന്നെ നല്ല മനോഹരമായ കാഴ്ചകളുമായിട്ട് ഹിൽ ടോപ്പിലൂടെ. എനിക്ക് ഏകദേശം അല്ലേ റാംനോ നമ്മളെ ഷിംലേൻ്റെ എപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട്, ഇവിടുത്തേക്കാളും ക്ലീൻ ചെയ്യാറുണ്ട്. നല്ലൊരു ഏകദേശം ഇങ്ങനെ സെറ്റപ്പ് അല്ലെങ്കിൽ തന്നെ അല്ലേ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് മുഞ്ചിക്കൽ. ഇതാണ് കൊടൈക്കനാൽ ടൗൺ. അപ്പോൾ കൊടൈക്കനാൽ ടൗണിൽ നല്ല വലിയൊരു അമ്പലമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറേ ഹോട്ടൽസും കടകളുമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. സോ നല്ലൊരു ഹോട്ടൽ നമ്മൾ താഴെ വരുമ്പോൾ കണ്ടു. അപ്പോൾ അവിടെയാണ് പോകുന്നത്. ഊട്ടിയിൽ പണ്ട് പോയപ്പോൾ ചെറിയൊരു നല്ല ഊട്ടിയിൽ മാത്രം മഴ ഉണ്ടായിരാ. നല്ല ഫേമസ് അമ്പലം കൊടൈക്കനാലിൻ്റെ പേര് മാത്രം അറിയാം, തമിഴിൽ എഴുതിയിട്ടുണ്ട് എന്തോ. കൊടൈക്കനാൽ മുനിസിപ്പാലിറ്റി. അജ്മീർ ബിരിയാണി ഉണ്ട്, കൊത്തു പൊറോട്ട ഉണ്ട്. നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് ബുഹാരി ബിരിയാണി. അസീസ് ബുഹാരി ബിരിയാണിയിൽ നല്ല സ്പെഷ്യൽ ഐറ്റമാണ്. എന്തായാലും നോക്കാം. രാവിലെ തന്നെ നമ്മൾ ആദ്യം മസാല ദോശയാണ് കഴിക്കുന്നത്. മസാല ദോശ അമ്മ ടിപ്പ് ടോപ്പ് ആയിട്ട് ഡ്രസ്സിങ് ആണ്. 2 വക ചട്നി ഇട്ട് റഷീദ് ഹാപ്പി ആണല്ലേ. 2 പൂരി എടുത്തോ. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, കൊടൈക്കനാൽ ബോട്ട് ഹൗസ്. അതുപോലെ തന്നെ നമ്മൾ ബ്രാൻഡ് പാർക്കും ഉണ്ട്. ബോട്ടിങ്ങും പാർക്കെല്ലാം പോകണം. സൈഡിൽ ഹോർസ് റൈഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആണ് കൊടൈക്കനാലിൻ്റെ ബ്രാൻഡ് പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിംഗ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ചെറിയ കടകളുള്ളൊരു ഏരിയ. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബ്രാൻഡ് പാർക്ക് എന്ത് സംഭവം എന്നെല്ലാം നോക്കിയിട്ട് വരാം. അപ്പോൾ തമിഴ്നാട് ബോട്ട് ഹൗസ് കൊടൈക്കനാലിൽ കയറുകയാണ്. ഇതാണ് ഇന്ന ഏരിയ. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കണം. 2 സീറ്റിന് ചാർജ് 150, റീഫണ്ടബിൾ 150. അപ്പോൾ ഇതാണ് ബോട്ട് ഹൗസ്. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്. പെഡൽ ബോട്ട് ഇപ്പോൾ അവൈലബിൾ അല്ല, കാറ്റ് കൂടുതലായതുകൊണ്ട് പെഡൽ ബോട്ട് അവൈലബിൾ അല്ല. അതുകൊണ്ട് പെഡൽ ബോട്ടിൽ പോകാതെ നമ്മൾ നേരെ മറ്റേ ബോട്ട് നമ്മളെ കൊണ്ടുവന്ന ആ ബോട്ടല്ലുള്ളത് അല്ലേ. നമ്മൾ ഊട്ടിയിലെ പെഡൽ ബോട്ടിലല്ല അന്ന് പോയത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോട്ടിൽ കയറുന്നില്ല, നമ്മൾ ബ്രാൻഡ് പാർക്കിൽ പോകുന്നു. പെഡൽ ബോട്ട് അവൈലബിൾ ഇല്ല. സോ വി ആർ ഗോയിങ് ടു ബ്രാൻഡ് പാർക്കിലേക്ക് പോകുമ്പോൾ കടകൾ കാണാൻ പറ്റും. നിന്റെ ഡ്രസ്സ് കണ്ടെങ്കിൽ എന്നെ നല്ല ഡിസ്കൗണ്ട് കിട്ടും. ഒരു ചേല് കുറേ ഹാൻഡ് ക്രാഫ്റ്റ്സ് പണിയുണ്ടാവും. ഊട്ടിയിലെ റേറ്റ് കുറവാ, ഇവിടുന്ന് പ്രൊഡക്ഷൻ ആണെന്ന് തോന്നുന്നു. നീ കഴിഞ്ഞ ഒരു ഊട്ടിന്ന് കുറേ സ്വെറ്റർ എടുത്തിട്ട് 300 നല്ല ക്വാളിറ്റി ആണ്. ഇവിടെ ആ റേറ്റിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ വലിയൊരു ബോർഡുണ്ട്. സോ ദിസ് ഈസ് ബ്രാൻഡ് പാർക്ക്. ബ്രാൻഡ് പാർക്കിലേക്ക് എൻ്റർ ആവാൻ പോവുകയാണ്. കുറച്ച് നേരം വാക്കിംഗ് ഒക്കെ ചെയ്ത് തിരിച്ചു പോകണം. വെള്ളിയാഴ്ചയാണ്, പള്ളിയിൽ കയറണം. ഫയാസ് ഫുള്ള് ഫോമിലുണ്ട്. സോ പാർക്കിലേക്ക് കയറിയിരിക്കുകയാണ്. റഷീദിൻ്റെ ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു മൈസൂർ ബൃന്ദാവനിൽ പോകാൻ. അപ്പോൾ അവിടെ എത്തിപ്പെടുമെന്ന് അറിയില്ല. അതുകൊണ്ട് നേരെ ഞങ്ങൾ ബ്രാൻഡ് പാർക്കിലേക്ക് കയറി. സോ ബ്രാൻഡ് പാർക്ക് വെൽക്കംസ് യു. ഇത്രയും മനോഹരമായ ഒരു പാർക്കും പൂവെല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഫയാസിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ എൻട്രൻസ് ഇത് ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പോയി സാൽവിയ ഒഫീഷ്യലൈൻ ലെമക് ഫ്രഷ്, ഇങ്ങനെയാണ് ഈ പൂവിൻ്റെ പേര്. ഊട്ടിയിൽ അതുപോലെ തന്നെ കൊടൈക്കനാലിൽ മാത്രം കാണാൻ. ബ്രാൻഡ് പാർക്കിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് പല തരങ്ങളിലുള്ള കളേഴ്സുള്ള ഫ്ലവേഴ്സാണ്. ഫയാസും അമീനും റഷീദിനെ പോലെ തിളങ്ങി നിൽക്കുന്ന ഫ്ലവേഴ്സ്, കാണാൻ ഏറെ സൗന്ദര്യമുള്ള ഫ്ലവേഴ്സ്.
മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഇതും കണ്ടുകൊണ്ട് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നയിക്കുകയാണ്. ഇല്ലാത്ത ഫ്ലവേഴ്സ് ഇല്ലറ പയ, എല്ലാ കളറിലുള്ള ഫ്ലവേഴ്സ് പാടിയാറുണ്ട്. അല്ലപ്പാ, എല്ലാ കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ചില ഫ്ലവേഴ്സ് കാണാൻ എന്നെ പോലെ ചേരില്ലേലും അതിന്റെ മണം എങ്ങോട്ടായാലും പോവാം. നമുക്ക് മറ്റേ ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്, ആ ഒരു ഫീൽ തന്നെയല്ലേ. അത് നല്ല ക്ലൈമറ്റ് നല്ലതാണ്. ഞങ്ങളുടെ ഇവിടെ കുറച്ചും ചൂടാണ്, പിന്നെ ഇന്ന് നല്ല ബ്ലൂ സ്കൈയും കൂടിയുണ്ട്. ഫ്രണ്ടിൽ ഏകദേശം ഗ്രീനറി ആകുമ്പോൾ നമുക്ക് ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഊട്ടി പോയപ്പോൾ, അപ്പോൾ ഞാൻ വ്ളോഗൊന്നും തുടങ്ങിയിട്ടില്ല, ഊട്ടി പോയപ്പോൾ നമുക്ക് ബൊട്ടാനിക്കൽ ഗാർഡനിൽ കണ്ട അതേ കാഴ്ചകളാണ്. ഇവിടെ ഫ്ലവേഴ്സ്, വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലവേഴ്സിൽ, അതായത് കളർഫുൾ ഫ്ലവേഴ്സ് ഈ തണുപ്പുള്ള സ്ഥലത്ത് കൊടൈക്കനാലിൽ ഇപ്പോൾ ഉച്ച സമയമായി, ക്ലൈമറ്റ് ഇന്ന് നല്ല സണ്ണി ക്ലൈമറ്റാണ്. എന്നിരുന്നാൽ പോലും നല്ല തണുപ്പുണ്ട്. സോ ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇവിടുത്തെ വെയിലിന് പോലും ഇവിടെ നല്ല വ്യൂ. കുറെ ഫാമിലി ആൾക്കാരെല്ലാം വന്നിട്ട് ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ വ്യൂ കണ്ടുകൊണ്ട് നികരിക്കാൻ പറ്റും. ബൊട്ടാനിക്കൽ ഗാർഡൻ അത്രയും സൗന്ദര്യമില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ അല്ലേ, അല്ലേ? അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. സോ കൊടൈക്കനാലിൽ വരുന്ന ആൾക്കാർ ഈ പാർക്ക് ഒരു കാരണവശാലും മിസ് ചെയ്യില്ലേ. സോ ഈ ബ്രാൻഡ് പാർക്കിൻ്റെ കുറേ കാഴ്ചകൾ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ കുറേ ഫാമിലി ടൈമല്ല ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ഹോറിക്കൾച്ചറിനായിട്ട് സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ബ്രാൻഡ് പാർക്കിൻ്റെ പ്രത്യേകതകൾ. കൂടുതലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വന്നാൽ കുറേ പൂവകെല്ലാം എക്സ്പ്ലോർ. ഇത് ടിബറ്റിയൻസ് മാർക്കറ്റ്, ടിബറ്റിയൻസ് മാർക്കറ്റാണ്. ഈ ചളിയുള്ള സ്ഥലത്ത് കൂടുതൽ ഡെഹ്റാഡൂൺ ആ സ്ഥലത്തുണ്ട്. ഇങ്ങനെ മഞ്ഞിൻ്റെ ഇടയിൽ നിന്നും പോയിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ പള്ളി പോയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ജുമ കൊടൈക്കനാൽ ടൗണിലുള്ള ഒരു പള്ളിയിലാണ്. സോ ആ പള്ളിയിലാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പോൾ താഴെ റൂട്ടിലൂടെ പോകണം. പോയി ടൈമായി. മരെ കൊടൈക്കനാൽ ടൗൺ ജാമിയ മസ്ജിദിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ പോയിട്ട് നമ്മൾ നിസ്കരിച്ചിട്ടൊക്കെ വന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഇതെന്ത് കഥ? 1 മണിക്ക് ചായ കുടിക്കുന്നതാ? നിങ്ങൾ തിന്നറ, നിങ്ങൾ ട്രിപ്പിൽ കാലി തിന്നോ? ഡിഫറെന്റ് അല്ലേ? നല്ല എടുക്ക ചായ പോലെ ഉണ്ട്. ബാക്കിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ് കിട്ടുന്നത്. ചെക്കന് ഫുള്ള് ടയർഡായി നാടെ ഇരുന്ന്. ഉള്ളി വജ ചായ. നമ്മുടെ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ കാറിൽ ലേക്ക് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ചങ്ങായിമാരെ. സോ വി ആർ നൗ ഇൻ ലേക്ക് വ്യൂ പോയിന്റ്. അപ്പോൾ വ്യൂ കാണാൻ വേണ്ടി റഷീദും. വാവ്, എൻ്റെ മോനെ, ഏകദേശം കൊടൈക്കനാൽ നമ്മൾ നേരത്തെ താഴെ കണ്ട ലേക്ക് ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് റഷി വ്യൂ? എങ്ങനെയാ? കൊടൈക്കനാലിൻ്റെ ഓരോ വ്യൂവും ഭയങ്കര മനോഹരമാണ്. അതിൻ്റെ കൂടെ തന്നെ മുകളിൽ ക്ലൗഡ് ബെഡ്സുകൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. കുറേ ക്ലൗഡ് ബെഡ് കണ്ട ലേക്ക് വ്യൂവിൻ്റെ ഏറ്റവും മുകളിൽ ക്ലൗഡ് ബെഡ്സ്, ചെറിയ ഷോപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ചങ്ങായിമാരെ, ഞങ്ങൾ കോക്കോസ് വാക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിൽ പോയിട്ട് അടിപൊളി വ്യൂ ഒക്കെ കാണാനുണ്ട്. സോ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രയും മനോഹരമായ വ്യൂ ആണെന്ന്. അപ്പോൾ ഇതിലൂടെ പോയിട്ട് നമ്മൾ ഹിൽ സ്റ്റേഷനിലുള്ള വ്യൂ കാണാൻ വേണ്ടി പോവുകയാണ്. കോക്കോസ് വാക്ക് വ്യൂ പോയിന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. കാരണം ഇവിടെ നമുക്ക് നടന്നുകൊണ്ട്, അതായത് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുഡ് പാത്ത് പോലത്തെ ഉണ്ട്, അവിടെ നിന്ന് നടന്നുകൊണ്ടാണ് നമ്മൾ വ്യൂ കാണാൻ പോകുന്നത്. അപ്പോൾ ആ വ്യൂ ഒക്കെ കണ്ട് കോക്കോസ് വാക്കിൻ്റെ ഒരു ഫുഡ് പാത്ത് പോലത്തെ സംഭവമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നടന്നിട്ടാണ് നമ്മൾ വ്യൂ കാണാൻ പോകുന്നത്. ഇവിടെ 20 രൂപ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കയറാനുള്ള ടിക്കറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം റഷീദാണ്. അപ്പോൾ ഈ ട്രിപ്പിൽ നമുക്ക് ഓരോ സ്പോൺസേഴ്സിനെയും കിട്ടുന്നുണ്ട്. നേരത്തെ ചായയും മോട്ടയും കഴിച്ചത് സ്പോൺസർ ചെയ്തത് അമ്നുവാണ്. അതുപോലെ തന്നെ ട്രിപ്പും കാറും മൊത്തത്തിൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫയാസാണ്. പൈസ മാത്രം ട്രിപ്പ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈക്വലി ഷെയർ ആക്കാനുണ്ട്. പക്ഷേ ട്രിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫയാസാണ്. ഇതാണ് സൗഹൃദം. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ഒരാൾ ട്രിപ്പ് സ്പോൺസർ ചെയ്താൽ നമുക്കതൊരു മൂടാണ്. അതുകൊണ്ട് ദുബായിനെത്തിയ ഫയാസാണ് ഈ ട്രിപ്പ് ഫുള്ളായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കാറായാലും പെട്രോൾ ആയാലും ഫുഡിൻ്റെ പൈസ എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫയാസാണ്. അപ്പോൾ അതിൻ്റെ കണക്കും കാര്യങ്ങളെല്ലാം വെക്കുന്നുണ്ട്, ഈക്വലായിട്ട് പിന്നെ ഷെയർ ചെയ്യുന്നു. വേറെ വിഷയം. എന്നാലും ഫയാസ്, യു ആർ വെരി ഫയാസ്. അടുത്ത മാസം ദുബായിൽ പോയ ചാനൽ വരെ പൂട്ടാനുള്ള പരിപാടികൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വ്യൂ, ഓ മൈ ഗോഡ്, ക്ലൗഡ് ബെഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഉച്ച സമയം 3 മണിയായി. എന്നിരുന്നാൽ പോലും ഇവിടുത്തെ മഞ്ഞും ആ കോട നിറഞ്ഞിരിക്കുന്ന വ്യൂവും കാണാൻ എന്തൊരു മനോഹരം. ഹൗ ഇസ് ദ വ്യൂ മാൻ? ഒരു ഫേസിൽ വാവ് ഫീൽ ഇല്ലല്ലോ. ആ ലുക്കൊക്കെ ഒരു ഭയങ്കര സംഭവമല്ലേ ഇത്. ഒരു 3 മണിയായി, സമയം 3 മണിയായി.
എന്നിട്ടും കോട നിറഞ്ഞു നിൽക്കുന്നു ടൗണിൻ്റെ ഇടയിൽ. ദാറ്റ് ഈസ് കൊടൈക്കനാൽ ഫോർ യു. ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും കൊടൈക്കനാലിൽ വരിക അല്ലേ. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതെല്ലാം കാണണം. നമ്മൾ പോകുന്ന ഓരോ സ്ഥലങ്ങളും ആരോഗ്യം ഉണ്ടാകുമ്പോൾ പൈസ ഉണ്ടാകുമ്പോൾ നമ്മൾ ട്രിപ്പ് പോകണം. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതെല്ലാം കാണണം. അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ പണിയെല്ലാം എടുത്തിട്ട് കിട്ടുന്ന പൈസ എടുത്ത് ട്രിപ്പ് വരിക. എല്ലാ ട്രിപ്പിലും നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളെ ഇതൊരു ഏജാണ്. ഈ ഒരു ഏജിൽ 19-നും 25-ൻ്റെ ഇടയിലുള്ള ഈ ഏജിൽ മാക്സിമം കവർ ചെയ്യാൻ നോക്കാം. പിന്നെ നിങ്ങൾ ലൈഫിൽ ബിസി ആയിരിക്കും. സോ ഞങ്ങൾ അതുകൊണ്ട് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാണ്. ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും കറങ്ങിക്കഴിഞ്ഞു. മെനു കറങ്ങാനുണ്ട്. മതി മതി. റെഡ് ബുൾ കുടിക്കുന്ന മതി. കുന്നിൻ്റെ ഭയങ്കര സംഭവം. നമ്മളെ ചെക്കന് ഫുൾ എനർജിയാണ്. ഫയാസ് എപ്പോഴും ഡള്ളായി. വ്ളോഗിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ട്രിപ്പിലും കാണും ഇതുപോലെ സ്നാപ്പ് എടുത്തിട്ട് പോകണുണ്ടാകും. എനിക്ക് എന്താ അതിനെന്ത് നീര് ആക്റ്റീവ് ഇല്ലല്ലോ. മഞ്ഞ അങ്ങനല്ല ഇത്ര മുകളിലായിട്ടില്ലേ. എന്തുകൊണ്ട് ഇതിങ്ങനെ? നീ ഇങ്ങനെ വേൾഡ് ട്രിപ്പ് അടിക്കുന്ന ആളല്ലേ, അതിനോട് ചോദിച്ചത്. ഇതാരി സുര മാലയല്ല ഇട്ടിട്ട് ഇവിടെ വാറുന്നു. മുന്നോട്ട് പോവുകയാണ്. കൊക്കോസ് വാക്കിലെ മനോഹരമായ ചക്ക. ഓ മൈ ഗോഡ്. ചക്കയുടെ എന്ത് നമ്മുടെ നാട്ടിൽ ഫ്രീ കൊടുക്കുന്ന പൈസ കൊടുത്ത് എടുത്തിട്ടാണ് അമ്മോ. വരക്കച്ചക്ക, നല്ല വരക്കച്ചക്ക, നല്ല മധുരമുള്ള വരക്കച്ചക്ക ആയിട്ടുണ്ടാവും. റഷീദിന്റെ ഫേവറേറ്റ് ഐറ്റം ഉണ്ട് മസാല പൂരി പാന. ചിരിയോക്ക് സന്തോഷം. വെള്ളുള്ളി, അതുപോലെ തന്നെ ക്യാരറ്റ്, ചെറിയ ക്യാരറ്റാ, സ്വീറ്റ് ക്യാരറ്റ്. ചിന്ന ക്യാരറ്റ് തമ്പി. ഈ വ്യൂ കണ്ടുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്ടല്ലോ. ഇത് വന്നിട്ട് കണ്ടിട്ട് ആസ്വദിക്കണം. അത് തന്നെയാണ് മെയിൻ. വരെ ഇക്ക ടയർഡായിട്ടുണ്ട്, ഇവിടെ ഇരുന്നിട്ടുണ്ട്. മഞ്ഞിൻ്റെ വ്യൂ അത് ഈ ക്യാമറയിൽ കാണാൻ പറ്റില്ല, കാരണം മഞ്ഞ് ഫുള്ള് മഞ്ഞായിട്ടുണ്ട്. റേഞ്ചുണ്ടോ? പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഉള്ളിൽ പോയിട്ട് 5 രൂപ കൊടുത്തിട്ട് വ്യൂ നോക്കാം. ഇവിടുന്ന് തന്നെ ഒന്നും കാണുന്നില്ല. പിന്നെ ആ ഗ്ലാസ്സിന് എന്ത് കാണുമെന്ന് അറിയുന്നില്ല. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇരുന്ന് റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. റഷീദ് ഫുൾ ടയർഡായിനി. ഒരു ഐസ്ക്രീം എന്നിട്ട് കംബാക്ക് ഉള്ളതാണ്. അപ്പുറത്തെ ഒരാൾ ജോള തിന്നുകൊണ്ട് അത് നോക്കി റഷീദ് ആസയിടുന്നു. വട്ടവട റഷീദ്. ഇവിടെ ഒരു ബർത്ത്ഡേ ആഘോഷം നടക്കുകയാണ്. ഫയാസ് 2 റൗണ്ട് ഇട്ട് ഇതിലൂടെ. ഫയാസേ എന്തെങ്കിലും നടക്കോ? ബർത്ത്ഡേ ആയിട്ട് ഒരു കണ്ടം കേക്ക് കിട്ടുന്നിട്ട് പ്രതീക്ഷിച്ച് ഫയാസ് മാത്രം എന്തും കിട്ടിയിട്ട. 2-3 പ്രാവശ്യം അവർ അടുത്തല പോയി, ഒന്നും കിട്ടിയിട്ട. അപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഐസ്ക്രീം സ്റ്റോൾ നിർത്തിയിട്ടുണ്ട്. നമ്മൾ പൈൻ ട്രീ ഫോറസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട് നേരത്തെ കണ്ട വ്യൂ പോയിന്റിൽ നിന്നും. അപ്പോൾ നമ്മളിവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് പൈൻ ട്രീൻ്റെ അകത്തൊക്കെ പോയിട്ട് കാഴ്ചകളെല്ലാം കാണാൻ പോവുകയാണ്. ചങ്ങായിമാരെ, ഇതാണ് ആ മനോഹരമായ കൊടൈക്കനാലിൻ്റെ ഭംഗിയിൽ ഏറ്റവും ഫേമസ് ആയ പൈൻ ട്രീ ഫോറസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ എത്തി കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. അവിടെ നല്ല പബ്ലിക് ഉണ്ട്. അതപ്പോൾ മെയിൻ വ്യൂ പോയിന്റ് ആയിട്ടുണ്ടാകും. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ പോവാം. സോ പൈൻ ട്രീയിലേക്ക് കയറിയിരിക്കുകയാണ് ചങ്ങായിമാരെ. പൈൻ ട്രീ ഫോറസ്റ്റിൻ്റെ അകത്ത് ഞങ്ങൾ കയറിയിരിക്കുകയാണ്. കാണാൻ പറ്റും, നല്ല പബ്ലിക്കാണുള്ളത്. എന്താ പൈൻ ട്രീനെ കുറിച്ച് അഭിപ്രായം? ഇതിനു മുമ്പ് ഞാൻ ഹഡിംബ ടെമ്പിൾ പോയ ആ സ്ഥലത്താണ് ഞാൻ. മാത്രം അത് ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഇത്രയും പൈൻ ട്രീ ഒന്നുമില്ല. ഇത് അടുപ്പിച്ച് കുറേ പൈൻ ട്രീസ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ മരങ്ങൾ വെട്ടിയിട്ടിട്ടുണ്ട്. താഴെ കുറേ മരത്തിൻ്റെ വേരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മഴ ആയതുകൊണ്ട്. ഇപ്പോൾ കുന്നിന് മുകളിൽ ഇത്രയും വലുപ്പത്തിൽ ഇത്രയും ബഞ്ചസ് ഓഫ് പൈൻ ട്രീ നിങ്ങൾ കാണണമെങ്കിൽ കൊടൈക്കനാലിൽ വരിക. കൊടൈക്കനാൽ ഫേമസ് ആയിരിക്കുന്നത് ഇതുപോലത്തെ പൈൻ ട്രീസിനും കൂടിയാണ്. ഇതുപോലത്തെ പൈൻ ട്രീ ഫോറസ്റ്റ് നമ്മുടെ നാട്ടിൽ കൂടുതൽ സ്ഥലങ്ങളിലൊന്നുമില്ല. അപ്പോൾ ഇത് കിലോമീറ്ററോളം ഉണ്ട്. സോ ജനങ്ങളുടെ തിരക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. പൈൻ ഫോറസ്റ്റിലേക്ക് സാധാരണ ആൾക്കാരൊക്കെ ഈവനിങ് സമയത്താണ് വരുന്നത്, ഇല്ലെങ്കിൽ രാവിലെ നല്ല നിങ്ങൾക്ക് കോടമഞ്ഞൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ വന്നാലെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്, നല്ല ക്ലൈമറ്റാണ്. അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. നമ്മളെന്തായാലും കുറച്ച് നേരം ഇതിൻ്റെ അകത്ത് നടന്നുകൊണ്ട് ഇവിടെ ഇരിക്കുന്നല്ലേ ഞാൻ വരുന്നത്. സോ ചങ്ങായിമാരെ, ഞങ്ങളുള്ളത് ഇപ്പോൾ പൈൻ ഫോറസ്റ്റിലാണ്. നിങ്ങൾ കാണുന്ന ഈ വ്യൂ ഉണ്ടല്ലോ, ദിസ് ഈസ് കോൾഡ് പൈൻ ഫോറസ്റ്റിലെ മനോഹരമായ വ്യൂ. അപ്പോൾ ഇവിടെ ഞങ്ങളും ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ്. നല്ല മനോഹരമായ ക്ലൈമറ്റിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ ഇരുന്നിരിക്കുകയാണ്. ഇതെന്താ പറയുന്നത്? സോ ഹൗസ് യുവർ എക്സ്പീരിയൻസ് കൊടൈക്കനാലിനെ കുറിച്ച് എന്താണ് നിന്റെ ഒരു കാഴ്ചപ്പാട്? നമ്മൾ ഇന്ന് രാവിലെ മുതൽ കൊടൈക്കനാലിൽ എന്ത് പറയാം? എന്തെങ്കിലും പറ. അമ്മ എന്താണ് കൊടൈക്കനാൽ എങ്ങനത്തെ സ്ഥലം?
നമ്മളിപ്പോ ഓൾമോസ്റ്റ് എത്ര കൊടൈക്കനാൽ 4-5 സ്ഥലം കവർ ആക്കി. ഏകദേശം വ്യൂ പോയിന്റ് എല്ലാം കവർ ആക്കി. നമ്മളെ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ വ്യൂ കവർ ആക്കുന്ന ഇന്ത്യയിൽ തന്നെ ഗിന്നസ് ബുക്കിൽ കയറാൻ ആഗ്രഹമുള്ള ഒരാളാണ്. ഏറ്റവും കൂടുതൽ വ്യൂ നോക്കാൻ റഷീദ്. റഷീദ് രാവിലെ ബീച്ച് അങ്ങനെ ഇവിടുത്തെ ക്ലൈമറ്റ് ആണ്. സലീമിലേക്ക് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ്. അത് ക്ലൈമറ്റിനകത്ത് റഷീദിന്റെ വ്യൂ. ഇന്ന് രാവിലെ റൂമിൽ പുറത്തിറങ്ങുമ്പോൾ മുനുസ്വാമിന്റെ അടിപൊളി വ്യൂ ആണ് റഷീദ് കണ്ടത്. കണ്ടോണ്ടാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും നമ്മുടെ ചാനൽ ഇനിയും ട്രാവൽ സീരീസും ഇനി ഇന്ത്യക്ക് പുറത്തു പോയി കറങ്ങുന്നു ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ആ കാഴ്ചകളെല്ലാം വരുന്നതാണ്. സോ ചങ്ങായിമാരെ, നമ്മൾ പൈൻ ഫോറസ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കൊടൈക്കനാലോട് ബായ് പറയാണ്. കുറെ വ്യൂ പോയിന്റ് കാര്യങ്ങൾക്കെല്ലാം പോയി. കുറെ സ്ഥലങ്ങളിൽ ബോട്ടിങ്, അവിടെയൊക്കെ പെഡൽ ബോട്ടൊക്കെ ക്ലോസ് ആണ്. നല്ല കാറ്റുണ്ട്, ക്ലൈമറ്റ് ശരിയില്ല. മഴക്കാലം ആയതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ പരിമിതികളുണ്ട്. അതുകൊണ്ട് കാഴ്ചകളെല്ലാം കണ്ട് മെയിനായിട്ടുള്ളത് ഇവിടുത്തെ ക്ലൈമറ്റ്, പിന്നെ ഡ്രൈവ്, റോഡിൽ പോകുമ്പോൾ ആ ഡ്രൈവ് അത് ആസ്വദിക്കുക. പിന്നെ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളും നിങ്ങൾ കാണുക. അപ്പോൾ കൊടൈക്കനാൽ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ വരുന്നവരെ നമ്മൾ പുതിയ യാത്രക്ക് പുതിയ റൂട്ടിലേക്ക് പോവുകയാണ്. പുതിയൊരു വീഡിയോ വരുന്നവരെ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യുന്നു. ബൈ ഫ്രം ഷാ വ്ളോഗർ.